ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുക്കിയതിന് ശേഷം ഞാനതൊന്ന് നന്നായിട്ട് അരിച്ചു. അതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചു കേട്ടോ. അതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ നെയ്യ്, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയ്ക്കകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഒന്ന് നിരത്തി വെക്കാം കേട്ടോ. ഇനി ഈ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ്. ഇത് അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളമാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് ഇതിനും കുഴക്കേണ്ടത്. ഇത് ഇനി കൈ കൊണ്ട് നമുക്ക് കുഴക്കണം. അപ്പോൾ ആദ്യമേ തന്നെ കൈയിട്ട് കുഴക്കാൻ പറ്റത്തില്ല. ഇത് നല്ല ചൂടായി, നല്ല തിളച്ച വെള്ളമല്ല ഒഴിച്ചിരിക്കുന്നത്, നല്ല ചൂടായിരിക്കും. അതായത് ഇപ്പം നല്ല നമ്മുടെ മാവ് നല്ല മയമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാട്ടോ. ഒന്ന് കുഴയ്ക്കാം. അപ്പം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തണം. ചൂടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു നല്ല ചൂടുണ്ടാവും. ആ സമയത്ത് നമ്മൾ കൈയിട്ടാക്കരുത്. ചൂടാറി കഴിഞ്ഞ ശേഷം ഇതുപോലെ ആക്കാം. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് നല്ല മയമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ചേർക്കാം. ഇതിനായിട്ട് ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വരട്ടിയ ചക്കയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് ഈ മാവിലേക്ക് യോജിപ്പിക്കാം. ഒരു 1/4 കപ്പ് ചക്ക വരട്ടിയതാട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. നമ്മൾ ചക്ക ചേർത്തിട്ട് ഈ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക വട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വട്ടുന്നത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാനൊരു ചെറിയ അടയാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ നീളത്തിലുള്ള വാഴയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. മാവ് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഇച്ചിരി വെള്ളം പറ്റിച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തുണ്ടാക്കുന്ന അതായത് കൊണ്ടാട്ടോ ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. കട്ടി കുറച്ചിട്ട് ഈ ഇലയമേൽ ഒന്ന് പരത്തിയെടുക്കണം. ചക്കയുടെ കൂട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തേങ്ങ വരട്ടിയത് ചേർക്കാം. അതൊരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ആക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലി കുക്കർ ചൂടാക്കാൻ വെച്ചേക്കണം കേട്ടോ. അതിൽ വെള്ളം നിറച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഇതാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇഡ്ഡലി കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് മാവ് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ എല്ലാ വശവും നന്നായിട്ടൊന്ന് ഒട്ടിക്കാം. ഇതുപോലെ കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഇതാ ഞാൻ ഈ അടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇലയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മാവ് കൊണ്ട് എനിക്ക് 6 അടയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അതിനായിട്ട് ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് തട്ടിറക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ അപ്പമൊക്കെ ഒഴിച്ചുണ്ടാക്കത്തില്ലേ, അതുപോലത്തെ പാത്രമാട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരു ട്രിപ്പ് നമുക്ക് പോകും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ നിരത്തി വെക്കാം. ഇതാ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് ഒരു 20 മിനിറ്റ് നേരം വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ മനസ്സിലാക്കുന്നത് ഇത് വെന്തോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. ഏകദേശം ഒരു 20 തൊട്ട് അരമണിക്കൂർ വരെ എന്തായാലും ഇത് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് അതെടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് ഒരെണ്ണം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ
ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം. ഇത് കൂട്ടായിട്ടിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റാണ്, ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ പഴുത്ത ചക്കയുടെയൊക്കെ ഒരു സീസണല്ലേ, ഇങ്ങനെ ചക്ക അധികം കിട്ടുമ്പോൾ ചക്ക വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വാഴയില മാത്രമല്ല, നമുക്ക് വഴനയില എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുമ്പിള് കെട്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. അതിന് കുമ്പിളപ്പം എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, അത് കുമ്പിളിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കിയ കൂട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.